ബോളിവുഡിലെ സൂപ്പർ നായികയാണ് ഐശ്വര്യ റായ് ബച്ചൻ. ഇന്ത്യൻ സിനിമയിൽ ഐശ്വര്യയോളം ആരാധകരുള്ള മറ്റൊരു നടി ഉണ്ടാകില്ല. തന്റെ സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഐശ്വര്യ കാലങ്ങളായി ബോളിവുഡിലെ ഏറ്റവും വലിയ നായികയായി തുടരുകയാണ്. ഇന്നും ഐശ്വര്യയുടെ താരപ്രൗഢിക്ക് മങ്ങലേറ്റിട്ടില്ല. ഒരിടവേളയ്ക്ക് ശേഷം ഈ അടുത്ത് ഐശ്വര്യ ബോക്സ് ഓഫീസിലേക്ക് ശക്തമായി തിരികെ വരികയും ചെയ്തിരുന്നു. അതേസമയം ഐശ്വര്യയുടെ വ്യക്തിജീവിതം വാർത്തകളിൽ നിറയുകയാണ്. ഐശ്വര്യയും ബച്ചൻ കുടുംബവും തമ്മിൽ പിണക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചനും സഹോദരി ശ്വേതാ ബച്ചനുമായി ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നും നാളുകളായി ഐശ്വര്യ തന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ. ഈ വഴക്കിനെ തുടർന്ന് ഐശ്വര്യയും അഭിഷേകും പിരിയുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും വാർത്തകളിൽ നിറയുമ്പോഴും ഐശ്വര്യയോ ബച്ചൻ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. താരകുടുംബത്തിന്റെ ഈ മൗനവും ആരാധകർക്കിടയിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ യേ ദിൽ ഹേ മുഷ്കിൽ എന്ന സിനിമയിൽ രൺബീർ കപൂറിനൊപ്പം ഐശ്വര്യ ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചതും ബച്ചൻ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മുൻപ് ജയാ ബച്ചൻ നടത്തിയൊരു പരാമർശം വാർത്തകളിൽ ഇടം നേടുകയാണ്. യേ ദിൽ ഹേ മുഷ്കിൽ റിലീസായ സമയത്തായിരുന്നു ജയയുടെ ഈ പരാമർശം. ചിത്രം അതിലെ ചൂടൻ രംഗങ്ങളുടെ പേരിൽ അന്ന് തന്നെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്തെ സിനിമകളിൽ അശ്ലീല രംഗങ്ങൾ കൂടി വന്നുവെന്നും അവർ സഭ്യത മറന്നുവെന്നുമായിരുന്നു ജയാ ബച്ചന്റെ പരോക്ഷമായുള്ള പരാമർശം. മുൻപ് ഫിലിം മേക്കേഴ്സ് കലയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഇന്ന് എല്ലാം നമ്പറുകളുടെ ബിസിനസ്സാണ്. എല്ലാം മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. അവർ സഭ്യത മറന്നിരിക്കുന്നു. പരസ്യമായി അഫെക്ഷൻ കാണിക്കുന്നതാണ് ബുദ്ധിയായി കരുതുന്നത്. നാണം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഇതായിരുന്നു ജയാ ബച്ചന്റെ പ്രതികരണം. മരുമകളുടെ സിനിമയിലെ ഇന്റിമേറ്റ് രംഗങ്ങൾ ചർച്ചയാകുന്നതിനിടെ ജയ നടത്തിയ ഈ പരാമർശം ഐശ്വര്യക്കുള്ള ഒളിയമ്പാണെന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തിയത്. ജയാ ബച്ചന്റെ പ്രതികരണം അത്തരത്തിലായിരുന്നുവെങ്കിലും അമിതാഭ് ബച്ചൻ മരുമകളെ പ്രശംസിക്കുകയാണ് ചെയ്തത്. ചിത്രത്തിലെ ഐശ്വര്യയുടെ കഥാപാത്രം കാഴ്ചപ്പാടുകളെ മാറ്റി എഴുതുന്നതായിരുന്നു എന്നാണ് അമിതാഭ് ബച്ചൻ അന്ന് പറഞ്ഞത്. അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും വിവാഹ ജീവിതം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ജയാ ബച്ചനുമായും ശ്വേതാ ബച്ചനുമായും ഐശ്വര്യ സംസാരിക്കുന്നത് തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് ഐശ്വര്യയ്ക്കും അഭിഷേകിനുമിടയിലും വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മകൾ ആരാധ്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഇരുവരും ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവാഹമോചന വാർത്തകൾക്കിടെ ഐശ്വര്യയും അഭിഷേകും ഒരുമിച്ച് പൊതുവേദികളിൽ എത്തിയതും ചർച്ചയായിരുന്നു. അതേസമയം ഐശ്വര്യയുടെ പിറന്നാൾ ആഘോഷത്തിൽ അഭിഷേക് അടക്കം ബച്ചൻ കുടുംബത്തിലെ ആരും പങ്കെടുക്കാതിരുന്നതും ചർച്ചയായി. പൊന്നിയിൻ സെൽവൻ പരമ്പരയിലാണ് ഐശ്വര്യ റായ് ഒടുവിലായി അഭിനയിച്ചത്. ഗൂമറാണ് അഭിഷേക് ബച്ചന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ.